നിങ്ങളാരും ഞങ്ങളെ തടയരുത്. ഞാൻ ഈ പുഴയിൽ നിന്നും പൂഴി വാരും. എന്തിന്? നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വീടും കെട്ടിടങ്ങളും പണിയാൻ. നീ എന്താ അവർക്ക് ഫ്രീ ആയിട്ടാണോ പൂഴി കൊടുക്കുന്നേ? അത് പിന്നെ ഒരു കമ്മീഷൻ എടുത്ത്. ചെറുതല്ല, വലിയ കമ്മീഷൻ എടുത്ത് വെറും 2500 രൂപയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ലോഡ് മണലിന് 10,000-12,000 രൂപ വരെ ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നു. ശരിയാണ്, എങ്കിലും ആളുകൾക്ക് കാര്യം നടക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹം പറയുന്നതിലും കാര്യമില്ലേ? പലപ്പോഴും ഗവൺമെന്റിൽ നിന്ന് കൂലി കിട്ടുന്നില്ല. അപ്പോൾ കാര്യം നടക്കാൻ ഇവർ പറയുന്ന പണം കൊടുത്ത് ബ്ലാക്കിൽ വാങ്ങുന്നു. അതിൽ ഗവൺമെന്റ് കുറ്റം പറയരുത്. ഇവിടെ കൃത്യമായി പൂഴി ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ചില പഞ്ചായത്തിലെ അധികൃതരും ചില മെമ്പർമാരും ചേർന്ന് അഴിമതി നടത്തുകയാണ്. അവർ പൂഴിയുടെ ടോക്കണെല്ലാം ഇവനെ പോലത്തെ പൂഴി ഗംഗാധരവർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ട പരാതികൾ ജനങ്ങളാണ് നൽകേണ്ടത്. അതെന്തുമാവട്ടെ, എന്നെ പോലത്തെ ഒരു പാവപ്പെട്ടവനോ? നീയോ? പാവപ്പെട്ട ജനങ്ങളുടെ വേർപ്പും രക്തവും ഊറ്റി കുടിക്കുന്ന ബൂർഷയായ കോടീശ്വരൻ. അങ്ങനെ പറ. ഞാൻ ഈ പുഴയിൽ നിന്ന് മണൽ വാരുന്നതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് നഷ്ടമാണ്? നഷ്ടമേ ഉള്ളൂ. ഈ പുഴയുടെ കുറുകെ കാണുന്ന ആ ബ്രിഡ്ജിലേക്ക് നിങ്ങളൊക്കെ നോക്ക്. ഇവർ അനധികൃതമായും ഡിസോർഡറായും പൂഴിയെടുക്കുന്നു. അത് ശരിയാ. ആ ബ്രിഡ്ജിന്റെ തൂണുകളുടെ അടിയിൽ നിന്നും പൂഴിയെടുത്ത് ആ തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ആ ബ്രിഡ്ജ് തന്നെ ഏത് സമയം നിലം പൊത്തുവന്ന അവസ്ഥയിലായിത്തീരുകയാണ്. ഓ, അങ്ങനെ ഒരു പ്രശ്നം തന്നെ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ ബ്രിഡ്ജിന്റെ പരിസരത്ത് നിന്ന് പൂഴി വാരുന്നില്ല. എന്നാ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ല. ഒരു പുഴയിൽ നിന്നും പൂഴി വാരുന്നതിന് ചില ശാസ്ത്രീയമായ രീതികളൊക്കെ ഉണ്ട്. ഇവരിതൊന്നും പാലിക്കുന്നില്ല. ഇപ്പോൾ പുഴ തന്നെ ഡൈവേർട്ടായി മറ്റൊരു ഭാഗത്തൂടെ പോകുന്നു. മാത്രമല്ല, പുഴയോട് ചേർന്നുള്ള എത്രയോ പറമ്പുകൾ കൊത്തിയെടുത്ത് ഇവർ പൂഴി ഉണ്ടാക്കുന്നു. എത്രയോ വീടുകളുടെ അടിത്തറ വരെ ഇളകി നിൽക്കുകയാണ്. ഞാൻ തോന്നിയ പോലെ പൂഴി വാരും. നിങ്ങളുടെ ബ്രിഡ്ജോ വീടോ എന്ത് തകർന്നാലും എനിക്കൊരു ചുക്കൂല്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്നെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചിരിക്കും. അത് ഇമ്പോസിബിൾ ആണ്. ജിത്തു വായിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല. എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് ഐ ആം പോസിബിൾ. ഓക്കേ, കളികളെല്ലാം ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കളിയച്ചാരെ, കളിയൊന്നും ഈ മണ്ണിന് വേണ്ട. ഇത് ജിത്തുവായുടെ മണ്ണാണ്. കളി നീയായിട്ട് നിൽക്കാൻ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ കളി ജിത്തുവായുടേതാവും. പാണ്ടി പാളും. ജിത്തുവായി നടക്കുന്നതേ പറയൂ, പറയുന്നേ സംഭവിക്കൂ. ഇവന്റെ ഒക്കെ വീടും ഗോഡൌണും ബിനാമി വസ്തുക്കളും എല്ലാം ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കണം സാർ. എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിൽ നരി കടന്ന മടയല്ലേ ഒരു രോമമെങ്കിലും കാണാതിരിക്കില്ല. താങ്ക് യു ജിത്തുബായ്, താങ്ക് യു.